ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. വ്ളോഗ് മാത്രമല്ല, നല്ലൊരു അടിപൊളി റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നലെ ഒന്ന് പുറത്ത് പോയിരുന്നു. എൻ്റെ ഒരു കസിൻ ഉണ്ട്, ഞാൻ മുമ്പൊരു വ്ളോഗിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവനുമായിട്ടൊന്ന് പുറത്ത് പോയതായിരുന്നു. അവൻ്റെ ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവന് ജോബൊക്കെ സെറ്റായി. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. പിന്നെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ റൈസിൻ്റെ റെസിപ്പി കാണിക്കാം, അതിന് ശേഷം വ്ളോഗ് കാണിക്കാം കേട്ടോ. അപ്പോൾ റെസിപ്പിനോട് താല്പര്യമുള്ളവർക്ക് അത് മാത്രം കാണാമല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മടുക്കും വ്ളോഗ് ഫസ്റ്റ് കാണിച്ചാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ റെസിപ്പി ഇതാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അതായത് ഈ ചോറിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിൻ്റെ വേറൊരു കസിൻ ഉണ്ട്, ജിഷ്മ എന്ന് പറയും. അപ്പോൾ അവളുടെ ഒരു റെസിപ്പിയാണ്. അവൾക്കൊരു ചാനലുണ്ട്, അതിൽ അവൾ ഷെയർ ചെയ്തിരുന്ന റെസിപ്പി. വെറും 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റൈസാണിത്. ഇത് മന്തിയോ കപ്സയോ ഒന്നുമല്ല കേട്ടോ, അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റിൽ വെറും 15 മിനിറ്റിൽ വെറും 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ പീസ് ഞാൻ ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നുമില്ല, ഒരു മീഡിയം സൈസിലാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനത്തെ ഒന്നും വേണ്ട, അതേപോലെ സവാള അരിയോ തക്കാളിയോ അങ്ങനത്തെ ഒരു സാധനവും വേണ്ട. ഇപ്പോൾ ഈ ചേർത്ത സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇതിലേക്ക്. അപ്പോൾ അതൊന്ന് നമ്മൾ നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് ഒരു മാഗി ക്യൂബ്. നിങ്ങൾ 1 കിലോ ചിക്കൻ എടുക്കുകയാണെങ്കിൽ 2 മാഗി ക്യൂബ് എടുക്കണം കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേറെ ഒരു സാധനവും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു റൈസിലേക്ക് വേറെ പൊടികളോ അങ്ങനെ ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മാഗി ക്യൂബും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള റൈസ് റെഡിയാക്കാം. റൈസ് വേറൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം വറ്റിച്ചെടുക്കണ്ട കേട്ടോ, അതിന് പകരം നമ്മൾ തിളപ്പിച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിന് ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് സ്പൈസസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു 2 ഏലക്കായ, 2 കറാമ്പട്ട, ഗ്രാമ്പൂ അങ്ങനെ നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റാണെന്ന് മാത്രം. പിന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5-1.25 ഗ്ലാസ്സോളം അരിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അരിയെന്ന് വെച്ചാൽ എടുക്കാം, പക്ഷേ ചിക്കൻ്റെ അളവിനനുസരിച്ച് എടുക്കുക. ചിക്കൻ വളരെ കുറവും റൈസ് ഒരുപാടായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ ഇതിനെ നമ്മളൊന്ന് ദം ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അരി കംപ്ലീറ്റ് ആയിട്ട് വേവിക്കേണ്ട, ഒരു 80% കുക്കായാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ ഒരു 80% കുക്കായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഡ്രൈൻ ചെയ്യാം. അതിനുശേഷം ഞാനിപ്പോൾ നമ്മൾ ആ റൈസ് കുക്ക് ചെയ്തില്ലേ, അതേ പാത്രം തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ പീസ് വീതം ഇടുകയൊന്നും വേണ്ട, എല്ലാം കൂടെ ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് തന്നെ ഇടുക കേട്ടോ നല്ലത്. അപ്പോൾ ഇതിലിട്ടിട്ട് നമുക്കിനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് സമയം വെച്ചിട്ട് ഫ്രൈ ഒന്നും വേണ്ട, ഈ ചിക്കൻ ഒന്ന് വേവുന്നത് വരെ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം, അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ഒരുപോലെ ആക്കിയിട്ട് എല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി. അല്ലാണ്ട് ഒരുപാട് ക്രിസ്പി ആവുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ ഈ റൈസിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറ് ഇതുപോലെ തന്നെ ആയിരിക്കും, ഒരു വൈറ്റ് കളറായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഈ നമ്മൾ നേരത്തെ ഡ്രൈൻ ചെയ്ത് വെച്ചില്ലേ റൈസ്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ആദ്യം തന്നെ ഇടരുത്, നമ്മൾ റെഡിയാക്കിയ റൈസിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക.
അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു സവാളേനെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. അതിന് നമുക്ക് വെറുതെ ഇങ്ങനെ ചോറിൻ്റെ ഇടയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളിത് ദം ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ആവിയൊക്കെ കയറിയിട്ട് നമ്മുടെ ഈ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ സവാള കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. റൈസ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ, പച്ചമുളക് വെറുതെ ഇങ്ങനെ കുത്തി വയ്ക്കില്ലേ, അതേപോലെ ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഒന്ന് ദം ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ ദം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ താഴെയുള്ള ചിക്കനും ഈ റൈസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിലുള്ള സവാളയുടെ കളർ കണ്ടോ നിങ്ങൾ, അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടാകും. അപ്പോൾ അത് ഈ ചോറിൽ നിന്നുണ്ട് ആ ചൂടുകൊണ്ട് ചേഞ്ച് ആവുന്നതാണ്. അതിൻ്റെ ഫ്ലേവറൊക്കെ റൈസിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നല്ല ചൂടോടെ തന്നെ വിളമ്പുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ രാത്രിയാണ്, ഇന്നലെ രാത്രിയായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ അവന് സിറ്റിയിലാണുള്ളത്, അബുദാബി സിറ്റിയിൽ. അപ്പോൾ അവിടുന്ന് അവനെ എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഞങ്ങൾ പോയത് കരമൽ ഷാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അബുദാബി എയർപോർട്ട് റോഡിലുണ്ട് ഒരു റെസ്റ്റോറൻറ്റാണ്, അവിടേക്കാണ് പോയത്. അപ്പോൾ അവന് ഇവിടെ വിസിറ്റിങ്ങിന് വന്നതായിരുന്നു, കുറച്ച് ആയി. അപ്പോൾ എന്നിട്ട് ജോലിയൊക്കെ റെഡിയായി. അപ്പോൾ ഫസ്റ്റ് സാലറി കിട്ടുന്നതിൻ്റെ ട്രീറ്റില്ലേ, അതാണ്. അപ്പോൾ അവനൊന്ന് മുതലാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ കരമൽ ഷാമിൽ പോയിട്ട്, അപ്പോൾ അവൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മെനു ഒക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് അറബിക് ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഗ്രില്ല്, അതേപോലെ തന്നെ മിക്സഡ് ഗ്രില്ല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ കരമൽ ഷാമിൽ നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്കൊരു സൂപ്പ് തരുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ സൂപ്പാട്ടോ തരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എത്തിയിട്ടോ. ഇത് അറബിക് ഷവർമയാണ്. പിന്നെ ഞാൻ കുറച്ച് ഫലാഫിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫലാഫിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ സാലഡ്സ് അവർ ആദ്യം നമുക്ക് കൊണ്ടു തന്നു. പിന്നെ ഇത് ഇവിടുത്തെ മിക്സഡ് ഗ്രില്ലാണ് കേട്ടോ. ഇതും ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിട്ട് തോന്നി എനിക്കതിൻ്റെ. പിന്നെ ഉള്ളത് ഇതാണ്, ഇത് ഇവിടുത്തെ ഗ്രിൽഡ് ചിക്കനാണ്. അതിൻ്റെ ഒരു ഹാഫും പറഞ്ഞിരുന്നു നമ്മൾ. പിന്നെ ഇത് കുബൂസ് അല്ല കേട്ടോ, ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബ്രെഡാണ്. അവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. നല്ല ചൂടോടെയാണ് അവർ നമുക്കത് കൊണ്ടു തരുന്നത്. അപ്പം ഉണ്ടാക്കിയിട്ട് നല്ല ഫ്രഷാണ്. അപ്പോൾ അതിങ്ങനെ വെറുതെ ഹമ്മൂസിൽ മുക്കിയിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈ ഇട്ടേ ഫുഡ് കഴിച്ച് ക്ഷീണിച്ച് നിൽക്കുന്ന ആൾക്കാർ. രുചി ശ്വാസം വിട്ടടാ. ഒരാക്രമണം നടന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.